നമസ്കാരം, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഇന്ന് വീണ്ടും ഒരു ക്രൈം സ്റ്റോറിയാണ്. 27 ജൂലൈ 2014 നടന്നിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. സംഭവം നടക്കുന്നത് കാൺപൂരാണ്. കാൺപൂരിൽ അന്നത്തെ വളരെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ആയിരുന്നു ഓം പ്രകാശ് ദാസാനി. അയാളുടെ മകനാണ് പീയൂഷ്. പീയൂഷ് കല്യാണം കഴിച്ചിരിക്കുന്നത് ജബൽപൂരിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയുടെ ഓണറുടെ മകളായിട്ടുള്ള ജ്യോതിനെയാണ്. 2 വർഷമായിട്ടുണ്ട് ഏകദേശം കല്യാണം കഴിച്ചിട്ട് രണ്ടുപേരുടെ. 2012 വിവാഹം. 2 വർഷത്തിനിടയ്ക്ക് അവർക്ക് കുട്ടികളൊന്നുമില്ല. അങ്ങനെ അവർ സൺഡേ പീയൂഷ് തീരുമാനിക്കുന്നു അന്ന് ഭാര്യയെ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം, ഹോട്ടലിൽ നിന്ന് കഴിക്കാം, എന്നിട്ട് രണ്ടുപേരും കൂടി ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിക്കുന്നു. സാധാരണഗതിയിൽ ഒരു നോർമൽ സൺഡേ ആയിരുന്നു അന്ന്. അവർ രണ്ടുപേരും പോകുന്നു. ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ നേരെ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫുഡ് കഴിക്കണം. കാർണിവൽ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. ഏകദേശം 1.5 മണിക്കൂർ അവരവിടെ ചിലവഴിക്കുന്നു. ഭക്ഷണത്തിന് ശേഷം പീയൂഷിൻ്റെ അക്കോർഡ് കാറിൽ അവർ ലോങ് ഡ്രൈവിന് പോകാൻ തീരുമാനിക്കുന്നു. ഈ ലോങ് ഡ്രൈവിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് 2 ബൈക്കിലെത്തിയിട്ടുള്ള ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ള 4 യുവാക്കൾ ഇവരെ കാറിന് ചേസ് ചെയ്യണം. കാറിന് ചേസ് ചെയ്തതിന് ശേഷം ഇവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു. പീയൂഷിനെ കാറിൽ നിന്ന് വലിച്ച് താഴേക്ക് ഇറക്കുന്നു. പീയൂഷിനെ ഒരുപാട് അടിക്കുന്നു. അടിച്ചതിന് ശേഷം ഇവർ ഈ കാറും അതിൽ ഈ ജ്യോതി എന്ന് പറഞ്ഞ ലേഡിയും വെച്ചിട്ട് അവർ കടന്നു കളയുന്നുള്ളത്. പീയൂഷ് ഭയങ്കര പാനിക്കായി. കാരണം സ്വന്തം ഭാര്യയെ എത്ര വലിയ കോടീശ്വരനാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ഇയാൾ നിസ്സഹായനായിരുന്നു. സ്വന്തം ഭാര്യയെ ഏതോ അപരിചിതർ വന്നിട്ട് തട്ടിക്കൊണ്ടുപോയി. പീയൂഷ് കുറേ നേരം റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി എന്ന് പറയുന്നു. അതിനുശേഷം ഒരു ബൈക്ക് വരുന്നു. ആ ബൈക്കിൽ കൈ കാണിച്ച് നിർത്തുന്നു. ഈ സമയം കൊണ്ട് തന്നെ പീയൂഷിൻ്റെ വീട്ടിൽ വിവരം അറിയിക്കുന്നു. അന്നത്തെ ഏറ്റവും വലിയ ധനികരായിട്ടുള്ള അവർക്ക് പോലീസിലൊക്കെ ഭയങ്കര കോൺടാക്ട്സ് ആയ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് പോലീസിനെ തന്നെ അലേർട്ട് ചെയ്യുന്നു. പീയൂഷ് നേരെ അവിടുന്ന് വീട്ടിലേക്ക് എത്തുന്നു. ഭാര്യനെ കാണാനില്ല, അല്ലെങ്കിൽ ജ്യോതിയെ കാണാനില്ല എന്നുള്ള ന്യൂസ് പെട്ടെന്ന് ഈ ഫാമിലിക്കുള്ളിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നു. കാരണം വെച്ചാൽ പീയൂഷിൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ജ്യോതിയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും രണ്ടും അന്നത്തെ കാലത്ത് ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഫാമിലീസ് ആയിരുന്നു. പോലീസ് ഉടനെ വീട്ടിലേക്ക് എത്തുന്നു. നോർമൽ കണ്ടീഷനിൽ ഇത്ര ധനികരായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നൊരു കുട്ടിയെ, ഒരു ലേഡിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു റാൻസം കിഡ്നാപ്പിംഗ്, അതായത് ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കിഡ്നാപ്പിംഗ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഫസ്റ്റ് കരുതിയിട്ടുള്ളത്. പക്ഷേ ഇവർ ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിനുള്ളിൽ റാൻസം കോൾസ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ പോലീസും കൺഫ്യൂസ്ഡ് ആണ്. കാരണം വെച്ചാൽ ജ്യോതിക്ക് അധികം കാലമായിട്ടില്ല അവിടെ എത്തിയിട്ട്. പീയൂഷിനെ സംബന്ധിച്ച് ബിസിനസ് റൈവൽറി കാര്യങ്ങളൊന്നും അത്ര അധികം ഉണ്ടായിരുന്നില്ല. 2 വർഷമായിട്ടുള്ള ജ്യോതി കാൺപൂരിലെത്തിയിട്ട് കാൺപൂരിലും ജ്യോതിക്ക് അങ്ങനത്തെ ഒരു പറയത്തക്ക രീതിയിലുള്ള ശത്രുക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരാണ് ഇത് ചെയ്തതെന്നുള്ള അറിയില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ബൈക്കിൽ 1-4 ആൾക്കാർ തട്ടിക്കൊണ്ടെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു റാൻസം കോളിനുള്ള കണ്ടീഷനാണ്. പക്ഷേ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് കാൺപൂർ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അതായത് പീയൂഷിൻ്റെ അക്കോർഡ് കാറ് ഒരു വിജനമായിട്ടുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അബാൻഡൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് വരികയാണ്, ഒരു ഫോൺ കോൾ വരികയാണ്. പോലീസ് കൺട്രോൾ റൂം ഉടനെ തന്നെ അലേർട്ട് ചെയ്യുന്നു. അവിടേക്ക് പോലീസ് എത്തുന്നു. അങ്ങനെ കാറിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് കാറിൻ്റെ ഡോറ് ലോക്ക്ഡാണ്. ഇവർ ബലം ഉപയോഗിച്ച് കാർ ഡോർ തുറന്ന് നോക്കുമ്പോൾ പോലീസ് മാത്രമല്ല എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ അവർ കാണുന്നത് കംപ്ലീറ്റ് ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന ജ്യോതിയാണ്. ജ്യോതിയുടെ കഴുത്തിൽ ഒരു കയറ് വെച്ച് മുറുക്കിയിട്ട് കാണുന്നുണ്ട്. പിന്നെ റിപ്പീറ്റഡ്ലി ഏകദേശം 18ഓളം കുത്താണ് ജ്യോതിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. 18ഓളം വെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർ കംപ്ലീറ്റ് ബ്ലഡായിരുന്നു. ലൈക്ക് എല്ലാവരും പീയൂഷിനോട് സ്പോട്ടിലെത്തിയിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പീയൂഷിനെ അവിടെ നിന്ന് പോലീസ് മാറ്റുകയാണ്. സ്വാഭാവികമായിട്ടും ഭാര്യ ഈ ഒരു കണ്ടീഷനിൽ മരിച്ചു കിടക്കുന്ന ഭാര്യയുടെ ശവം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു ഭർത്താവും ആകെ തകർന്നു പോകും. അങ്ങനെ പോലീസും ബാക്കി കുടുംബാംഗങ്ങളും കൂടി പീയൂഷിനെ വീട്ടിലേക്ക് മാറ്റുകയാണ്. ഇതിന് ശേഷം ഈ ജ്യോതിയുടെ ബോഡി നേരെ ഇവർ കാൺപൂർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട്. പീയൂഷും ഫാമിലിയും ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് അപ്പോഴും ഏറ്റവും കൂടുതൽ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു റാൻസം അവിടെ വന്നിട്ടില്ല, റാൻസം കോൾ അവിടെ വന്നിട്ടില്ല. വെറും 2 മണിക്കൂറിനുള്ളിൽ ഈ ഒരു ലേഡി കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്രയധികം പൈസയുള്ള വീട്ടിലെ പെൺകുട്ടിയും കാശുള്ള വീട്ടിലാവുക, ഭർത്താവും അതെ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആണ്. കാരണം എത്രയും പെട്ടെന്ന് ഈ ഒരു കേസ് തെളിയിക്കണമല്ലോ. അപ്പോൾ ഇവർക്ക് യാതൊരു തുമ്പും വാലും കിട്ടുന്നില്ല. പോലീസിനെ എവിടെ തുടങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സംഗതി കാണുന്നില്ല. ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് അന്ന് അവിടെ സ്റ്റേഷനിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഹവിൽദാർ, ഒരു കോൺസ്റ്റബിൾ, ഓക്കെ, ആൾ കുറച്ച് പ്രായമായിട്ടുണ്ട്, റിട്ടയർ ചെയ്യാൻ 2 വർഷം ബാക്കിയുള്ളൂ. പുള്ളി അതിലെങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളി പീയൂഷിനെ നോക്കുകയാണ്. പീയൂഷിനെ ഈ വ്യക്തി, ഈ കോൺസ്റ്റബിൾ പീയൂഷിനെ അവിടെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. ഇതിന് മുന്നേ പീയൂഷിനെ വീട്ടിലും കണ്ടിട്ടുണ്ട്. വീട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ, അതായത് ഈ വന്ന സമയത്ത് പീയൂഷിനോട് വീട്ടിൽ കണ്ട വ്യക്തിയാണ്. പെട്ടെന്ന് ഇയാളുടെ മൈൻഡിൽ ഒരു പെട്ടെന്ന് സംഗതി കത്തുന്നു. ഈ കോൺസ്റ്റബിളുടെ അയാൾ നോക്കുന്ന സമയത്ത് പീയൂഷ് ടീഷർട്ട് മാറ്റിയിട്ടുണ്ട്. പീയൂഷ് ഫസ്റ്റ് ഈ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് ഓടി കഴിച്ച് വീട്ടിൽ വന്ന സമയത്ത്
ആ ഇട്ട സമയത്തുള്ള ഡ്രസ്സല്ല പീയൂഷ് ഇട്ടിരുന്നത്. പീയൂഷ് ഒരു ഡിഫറെൻറ്റ് ടീഷർട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇയാൾക്ക് ചെറിയ സംശയം തോന്നിപ്പോയി. ചേട്ടാ, സ്വന്തം ഭാര്യ കൊല്ലപ്പെട്ടിട്ട് 2-3 മണിക്കൂറിനുള്ളിൽ എങ്ങനെ ഒരു ഭർത്താവിന് ഇങ്ങനെ ടീഷർട്ട് മാറ്റി ഫ്രഷ് ആയിട്ട് വരാൻ പറ്റും എന്നുള്ള ഇയാളുടെ മനസ്സിലൊരു ചെറിയ സംഭവമോ. അവിടെയാണ് ഈ ട്വിസ്റ്റ് ഉണ്ടായത്. പക്ഷേ ഇതെങ്ങനെ തെളിയിക്കും? കാരണം ഒരു നിലയ്ക്കും പീയൂഷിനോട് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഇയാളൊരു സാധാരണ കോൺസ്റ്റബിളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംശയം തന്നെ പ്രകടിപ്പിക്കാൻ കഴിയില്ല, ചോദ്യം ചെയ്യാനൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ പോലീസുകാരൻ എന്ത് ചെയ്യുന്നു, ഈ കോൺസ്റ്റബിൾ എന്ത് ചെയ്യുന്നു, അന്നത്തെ അവിടെ സീനിയർ ഒഫീഷ്യലായിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടറോട് അല്ലെങ്കിൽ ഒരു സീനിയർ പോലീസ് ഓഫീസറോട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു സംഗതി ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പോലീസുകാരനും അന്ന് ഈ 2 വീട്ടിലും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇവർ രണ്ടുപേരും. ഇവർ നോട്ടീസ് ചെയ്യുന്നു ഇയാൾ ടീഷർട്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നുള്ളത്. പക്ഷേ അപ്പോഴും പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിയുന്നു. അങ്ങനെ 2 പേരും അത് പോലീസിനെ വഴിക്കും ഇവരെ വീട്ടിലേക്കും പോകുന്നു. പോലീസിനെ സംബന്ധിച്ച് പിന്നീട് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു അവിടുന്ന്. കാരണം എന്താ വെച്ചാൽ ഇത് തെളിയിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യണം. കാരണം വെച്ചാൽ ഈ ഫാമിലി അത്രയും ഇൻഫ്ലുവൻഷ്യലാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നു. ഫസ്റ്റ് അവർക്ക് ചെയ്യാൻ കണ്ടിട്ടുള്ളത് എന്താണ് ഈ മരണം നടന്ന ദിവസം അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അതായത് രാവിലെ ഇവർ ഔട്ടിങ്ങിന് പോയി ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ള കാർണിവൽ റെസ്റ്റോറൻറ്റിൽ പോലീസ് പോകുന്നു. ഒബ്വിയസ്ലി അവിടുത്തെ CCTV ചെക്ക് ചെയ്യുന്നു. CCTV നോക്കുന്ന സമയത്ത് പീയൂഷും ഭാര്യ ജ്യോതിയും നോർമൽ കണ്ടീഷനിൽ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നു. ഓൾറെഡി അവർക്കൊരു ടേബിൾ റിസർവ്ഡ് ആണ്, ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ അവർക്ക് റിസർവ്ഡ് ആണ്. നോർമൽ കോഴ്സിൽ യാതൊരു സംശയം തോന്നാത്ത രീതിയിൽ അവർ 2 പേരും വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഫുഡ് ഓർഡർ ചെയ്യുന്നു. ഓർഡർ ചെയ്ത ഫുഡ് വരുന്നു. അവരിത് കഴിക്കുന്നു. പക്ഷേ അവിടെ പോലീസ് നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. 2 വർഷമായിട്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട് 2 പേരും തമ്മിൽ യാതൊരു വസ്തുവും സംസാരിക്കുന്നത് കാണുന്നില്ല. ഒരു ഹോളിഡേ ആവോ വീക്കെൻഡ് ആവോ ഭാര്യനെ പുറത്തേക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടായിരിക്കുമല്ലോ. ഇവർ തമ്മിൽ യാതൊരുവിധ സംസാരം അവിടെ ഉണ്ടാകുന്നില്ല. ഇത് പോലീസിന് ചെറിയൊരു സംശയം തോന്നിപ്പോയി. എന്തുകൊണ്ടാണ് ഇവർ സംസാരിക്കാത്തത്? ഓൺ ദ സെയിം ടൈം പോലീസ് നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. പീയൂഷ് ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന കംപ്ലീറ്റ് ടൈമും ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യോതി തല താത്തിരിക്കുന്നു. കംപ്ലീറ്റ് അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെന്നെങ്കിലും ഫുഡ് വരുന്ന സമയത്തും ഇവർ കഴിക്കുന്ന സമയത്തും ഒക്കെ ജ്യോതി ഫുഡിലാണെങ്കിലും അല്ലെങ്കിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണെങ്കിലും പീയൂഷ് ഫോണിലാണ്. ഇത് കഴിഞ്ഞ ശേഷം 2 പേരും പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ തന്നെ പോലീസിന് ചെറിയ സംശയം തോന്നി. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇത്ര 2 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇവർ എന്തുകൊണ്ട് ഒരു സംസാരം ഉണ്ടാവുന്നില്ല എന്നുള്ളത് പോലീസിന് സംശയം തോന്നി. രണ്ടാമത് പീയൂഷിൻ്റെ വാദപ്രകാരം അല്ലെങ്കിൽ പീയൂഷ് പറഞ്ഞ പ്രകാരം 2 മോട്ടോർ സൈക്കിളിൽ 4 പേര് വന്ന് നിർത്തിയിട്ട് അവർ കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് പീയൂഷിനെ അടിച്ച് നിലത്തിട്ടതിന് ശേഷമാണ് ജ്യോതിയും കൊണ്ട് കാർ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ അവർ നോക്കുമ്പോൾ പീയൂഷ് വീണ്ടും നല്ല ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ പീയൂഷിൻ്റെ മേല് അങ്ങനെ അടി കൊണ്ട് നിലത്ത് വീണിട്ടായിട്ടുള്ള ഒരു പാടുമില്ല. അപ്പോൾ പോലീസ് ഏറ്റവും കൂടുതൽ സംശയമായി എന്തോ ഒരു കളി പീയൂഷിൻ്റെ ഭാഗത്തുണ്ടെന്നുള്ളത്. മാത്രമല്ല ഈ തട്ടിക്കൊണ്ടുപോലും നടന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ആളൊഴിഞ്ഞ ഏരിയ അല്ല, ഒരു ഹൈവേ ആണ്. ഏറ്റവും കൂടുതൽ അവിടെ വണ്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ട് പോകുന്നതാണ്. ഒരു ഐ വിറ്റ്നസ് പോലും ഇതിനുണ്ടായിരുന്നില്ല എന്നുള്ളത് അടുത്തൊരു സംഭവം കൂടിയാണ്. അപ്പോൾ പോലീസിൻ്റെ കീഴിൽ അടുത്ത വഴി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ കേസിലും ഉണ്ടാകുന്ന പോലെ ഫോറൻസിക് തെളിവുകളുടെ കൂടെ പോലീസിനെ സംബന്ധിച്ച് കോൾ റെക്കോർഡ്സ് പരിശോധിക്കുകയാണ്. അങ്ങനെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ച സമയത്ത് ഒരു നോർമൽ മനുഷ്യൻ്റെ പോലെ തന്നെ 500-600 കോൺടാക്ട്സ് ഉണ്ട് പീയൂഷിൻ്റെ ഫോണിൽ. പീയൂഷ് പലർക്കും അങ്ങനെ ഫോൺ കോൾസ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് ഒരു കാര്യം നോട്ട് ചെയ്തു. പീയൂഷ് ഒരു നമ്പറിലേക്ക് നിരന്തരമായി ഫോൺ കോൾസ് ചെയ്തിരുന്നു. അതും ഉടനെ കുറച്ച് ദിവസങ്ങളായിട്ടല്ല, ഏകദേശം 2-3 വർഷമായിട്ട് ഒരു നമ്പറിലേക്ക് സ്ഥിരമായിട്ട് ഫോൺ കോൾസ് ചെയ്തുകൊണ്ടിരുന്നു. അതേ നമ്പറിലേക്ക് വാട്സപ്പ് ചാറ്റും ഉണ്ട്, മെസ്സേജസും ഉണ്ട്. ഈ നമ്പർ മനീഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെയാണ്. മനീഷ അവിടെ തന്നെയുള്ള ഒരു പാൻ മസാല മാനുഫാക്ചറുടെ മകളാണ്, കോടീശ്വരിയാണ്. അപ്പോൾ ഇതിലെല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ളത് എല്ലാവരും മില്യനേഴ്സാണ് അല്ലേ. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് സമ്മർദ്ദം ഉണ്ടായിരിക്കും. ഓൺ ദ സെയിം ടൈം അവർക്ക് അവരുടെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ജ്യോതിയുടെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിന് അടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സിറ്റുവേഷനിൽ പോലീസ് രണ്ടും കൽപ്പിച്ച് പീയൂഷിനെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ പീയൂഷ് അവിടെ പോകുന്ന സമയത്ത് പീയൂഷിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു നോർമൽ വിറ്റ്നസ് ആയിട്ടായിരിക്കാം പോകുന്നത് മനസ്സിലാവുന്നു. പക്ഷേ കുറച്ച് നേരം ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പീയൂഷിന് മനസ്സിലായി പീയൂഷ് അവിടെ ഒരു വിറ്റ്നസ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. പീയൂഷിനെ കൂടി സംശയിക്കുന്നുണ്ട് പോലീസ് എന്നുള്ള പീയൂഷിന് മനസ്സിലായി. അങ്ങനെ പീയൂഷിനെ ഒരുപാട് ചോദ്യം ചെയ്യുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പോലീസിന് പറയത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ലീഡും അവർക്ക് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അവർ ദേ വർ ഫോഴ്സ്ഡ് ടു കോൾ മനീഷിനെ വിളിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. അങ്ങനെ മനീഷിനെ വിളിച്ചിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. കാര്യമായ ചേഞ്ച് ഒന്നുമില്ല. 2 പേരും പരിചയമുണ്ട്. 2 പേരുടെയും കോൾ റെക്കോർഡ്സ് എടുക്കുന്നു. പിന്നെ 2 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ ഒരു കേസിൻ്റെ വഴിത്തിരിവുണ്ടായത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു കേസും പോലെ തന്നെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായത്. പീയൂഷും ഈ മനീഷയും തമ്മിൽ ഒരുപാട് 2-4-5 വർഷത്തെ പ്രേമുണ്ടായിരുന്നു. പീയൂഷ് മനീഷിനെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. പീയൂഷിന് ജ്യോതിയുമായിട്ടുള്ള അലയൻസിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. നോർമൽ കണ്ടീഷനിൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വകവരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എന്താ പറയുക, അത്രയും മനസ്സ് കല്ല് മനസ്സ് ഒരു ഡെവിലിൻ്റെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഒരുപാട് ചോദ്യം ചെയ്യലുകൾ, ഒരുപാട് ഇൻട്രോഗേഷൻസിന് ഒടുവിൽ
പിടിച്ചു നിൽക്കാൻ പീയൂഷിന് പറ്റുന്നില്ല. പീയൂഷ് അവിടെ വിങ്ങിപ്പൊട്ടുന്നു. എന്നിട്ട് പീയൂഷ് ഉണ്ടായ സംഭവം കംപ്ലീറ്റ് പോലീസിന് വിവരിക്കുകയാണ്. അതായത് അന്ന് ഇവർ ഭക്ഷണം കഴിക്കാൻ തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരുടെ തന്നെ ഈ പീയൂഷിൻ്റെ തന്നെ ഓഫീസിൽ വർക്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂണും അവർ ഗാർഡനറൊക്കെ ആയിട്ടുള്ള 4 പേരെ ഹയർ ചെയ്തിട്ട് പീയൂഷ് അവിടെ വണ്ടി നിർത്തുന്നു. ഇവർ 2 പേരും വണ്ടിയിൽ കയറുന്നു. പീയൂഷ് ബാക്കിലേക്ക് കയറിയിരിക്കുന്നു. എന്നിട്ട് പീയൂഷിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ കയറിയ 4 പേര് ജ്യോതിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതും മരിക്കുന്നതിന് മുന്നേ അവളെ 17 വെട്ടുന്നതും ഹസ്ബൻഡിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. ഇതിന് ശേഷമാണ് പോലീസിന് ജ്യോതിയുടെ ഡയറി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഡയറിയിൽ ജ്യോതി എഴുതിയിട്ടുണ്ട് ഇവർ തമ്മിൽ ഒരിക്കലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഇയാൾ ഒരു ഹസ്ബൻഡേ ആയിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല ജ്യോതിക്ക് മനീഷയുടെ എല്ലാ വെയർഅബൌട്ട്സും അറിയാമായിരുന്നു. പക്ഷെ അവർക്ക് സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല, സംസാരിക്കാനുള്ള വോയിസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈവൻ ദോ ഷി വാസ് എ മില്യനിയർ, അവരും ഭയങ്കര പൈസയുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ എന്നാലും അവർക്ക് അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2014 വളരെ ക്വിക്കായിട്ട് കാൺപൂർ പോലീസിന് ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റുകയാണ്. പക്ഷേ ലാസ്റ്റ് അപ്ഡേറ്റ് 2020 വന്നപ്പോൾ ഈ പീയൂഷിന് അന്ന് പരോൾ കിട്ടിയിട്ടുണ്ട്, മനീഷയ്ക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ലോവർ കോർട്ടിൽ ഇപ്പോഴും ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലെന്തെങ്കിലും വിധി വന്നു കഴിഞ്ഞാൽ തന്നെ ഹൈക്കോർട്ടിലായിരിക്കും, അതിന് വരെ സുപ്രീം കോർട്ട് ഉണ്ടാവും. അപ്പോൾ 2014 മുതൽ ഈ 2020 ലാസ്റ്റ് അപ്ഡേറ്റ് എടുത്ത് കേട്ടോ. ഈ 6 വർഷം കൊണ്ട് കാര്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഒന്നും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. പോലീസ് വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തെളിയിച്ച കേസാണ്. ഇത്രയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും പോലീസ് തെളിയിച്ച കേസായിട്ട് കൂടി ഇതിൽ നിയമ നടപടികൾ ഈ കുറ്റം, ഈ വിചാരണ, അതേമാതിരി ശിക്ഷ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻഡെഫിനിറ്റായിട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ കേസിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്റ്റോറി. ഇതൊക്കെ റിയൽ സ്റ്റോറിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ സെഗ്മെൻറ്റിലുള്ള 2ാമത്തെ വീഡിയോ ആണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കോണ്ടൻറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.